ഹലോ, എല്ലാവർക്കും നമസ്കാരം. സാക്ഷി ടി വിയിലേക്ക് സ്വാഗതം. പോരട മഹാദേവ ക്ഷേത്രത്തിലെ അവിട്ടം തിരുനാൾ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഉത്സവത്തിന്റെ കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലക്കാർക്ക് അധികം പരിചയമില്ലാത്ത, എന്നാൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ആചാരമാണ് പുലിക്കളി. അപ്പോൾ ഈ പുലിക്കളി കളിക്കുന്ന കുറച്ച് കലാകാരന്മാർ ഇന്ന് ഇവിടെ ഉത്സവത്തിന് എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. അവരോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് അവരെ കാണാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ പുലിമുരുകൻ സംഘത്തിന്റെ പുലിക്കളി ടീമിന്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് കടുവാക്കൂട്ടം വാട്സപ്പ് കൂട്ടായ്മ പോരാടത്തിലെ അംഗങ്ങളാണ്. ഇന്ന് ചേട്ടാ, ഞങ്ങൾ കൊല്ലംകാർക്ക് അധികം പരിചയമില്ലാത്തൊരു കലാരൂപമാണ്. ഞങ്ങൾ ടി വിയിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിന്റെ ആചാരം എങ്ങനെയാണ്? തൃശ്ശൂർ പുലിക്കളിയുടെ ആചാരം എന്ന് പറഞ്ഞാൽ കാലങ്ങളോളം പഴക്കമുള്ളൊരു കലയാണ് പുലിക്കളി. തൃശ്ശൂരിൻ്റെ തനതമായ ഒരു കലയാണ് പുലിക്കളി. അത് ഓണത്തിന് നമ്മൾ 4 ഓണ ദിവസം നമ്മളുടെ പുലികളി ആരംഭിക്കും. ഒരു 3 മണിക്ക് ആരംഭിച്ച് 8 മണിക്ക് അവസാനിക്കുന്ന രീതിയിൽ ഒരു 6ഓളം ടീമുകളുണ്ടാവും. ഓരോ ടീമിലും 50 ആൾ വെച്ച് പുലികൾ അണിനിരുന്നുകൊണ്ടായിരിക്കും പുലിക്കളി ഉണ്ടാവുക. അത് മത്സരമാണ് അവിടെ നടക്കുന്നത്. 4 ഓണ ദിവസം മത്സരമാണ് നടക്കുന്നത്. ഈ പുലിക്കളി ഒരു ഏറ്റവും വലിയൊരു, തൃശ്ശൂരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കലാരൂപമാണ് തൃശ്ശൂരിൻ്റെ പുലിക്കളി. അത് ഭംഗിയായിട്ട് 4 ദിവസം ആടുകയും ഞങ്ങൾ ഇതുപോലെ കലാകാരന്മാരായിട്ട് പല ദിക്കുകളിലും പോയി പുലിക്കളി നടത്തുകയും ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളുടെ പുലിമുരുക സംഘം എന്ന സംഘമാണ് ഇപ്പോൾ ഈ കോട്ടയത്തിൻ്റെ ഈ ഭാഗത്ത് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഇവിടെ ഈ കല അവതരിപ്പിക്കാൻ ക്ഷണിക്കപ്പെട്ട് ഞങ്ങളിവിടെ എത്തി. ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള സഹകരണത്തോടെ ഇവിടുത്തെ കമ്മിറ്റിയും മറ്റുള്ള ഭാരവാഹികളും ചെയ്തു തരുന്നുണ്ട്. ഞങ്ങളതനുസരിച്ച് സന്തോഷത്തോടെ ഈ പുലിക്കളി ഇറങ്ങാനുള്ള സമയമായി. അതിന് ഞങ്ങൾ തയ്യാറെടുപ്പിലാണ്. ഇപ്പം എന്തൊക്കെ ഒരു എന്നുവെച്ചാൽ ഈ തയ്യാറെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മണിക്കൂറുകളോളം പെയിന്റിൽ നിൽക്കേണ്ടി വരും എന്തായാലും. അപ്പം അതിനെന്തൊക്കെ തയ്യാറെടുപ്പുകൾ നിങ്ങൾ ചെയ്യാറുണ്ട്? ഒരു സ്റ്റാമിന ഒക്കെ ഒന്ന് കീപ്പ് ചെയ്യാനും. സ്റ്റാമിന കീപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ പ്രത്യേക സാധനങ്ങളും യൂസ് ചെയ്യണമൊന്നുമില്ല. ഞങ്ങൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണം തന്നെ, പിന്നെ ധാരാളം വെള്ളം കുടിക്കും, അത്ര തന്നെയുള്ളൂ. മിനിമം എത്ര മണിക്കൂറുകളൊക്കെ നിങ്ങൾ ഇതേപോലെ റോഡിൽ പെർഫോം ചെയ്യും? 4.5 മണിക്കൂർ 5 മണിക്കൂർ തുടർച്ചയായിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും. അതിപ്പം ഇവിടെ സംഘാടകരുടെ ആവശ്യപ്രകാരം അവർ പറഞ്ഞ പ്രകാരം ഞങ്ങൾ അതേപോലെ തന്നെ ചെയ്യും. ഇപ്പൊ എന്തെങ്കിലും ആചാരത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊരു കലാരൂപം ചെയ്യുന്ന പോലെ ആചാരത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഓണത്തിന് തൃശ്ശൂര് പുലിക്കളി അരങ്ങേറും 4 ഓണത്തിന്റെ അന്ന്. അത് പണ്ട് മുതലേ ഉള്ളതാണ്. അതാണ് ആചാരം എന്ന് പറയാനുള്ളത്. ഇടയ്ക്ക് എത്ര സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ടാവും? ശിവജി തമിഴ് സിനിമയിലായിട്ട്. അപ്പൊ അതൊക്കെ നിങ്ങളെല്ലാം വളരെ ബഹുമാനത്തോടെ ആയിരിക്കുമല്ലോ അവിടെ എല്ലായിടത്തും ട്രീറ്റ് ചെയ്യുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി ഒന്നും വന്നില്ല. സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്രയിലൊക്കെ ഇന്ത്യയുടെ പരിപാടികൾക്ക് ഭാഗമായിട്ട് പോകാറുണ്ട്. നല്ലൊരു നിങ്ങൾ എൻജോയ് തന്നെയാണ് ചെയ്യുന്നത്? അല്ലല്ല, ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഞങ്ങളെ ഇവരുടെ ആവശ്യാനുസരണം 5 പേര് വന്നുള്ളൂ. 10, 20, 50 എത്ര 100 പേര് കളയാൻ ഞങ്ങളെ ടീം. പുതിയ ആൾക്കാർ എത്രമാത്രം ഇങ്ങോട്ട് വരുന്നുണ്ട്? അതായത് പുതിയ ആൾക്കാർ ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ അല്ല, ഒരു ഇപ്പം ഗൾഫ് രാജ്യങ്ങളിലുള്ള ആൾക്കാർ വരെ പുലിക്കളിക്ക് 4 ഓണത്തുന്ന വേഷം എന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ഇടാൻ ഞങ്ങൾ സമ്മതിക്കും. കുട്ടികൾ വരെ, പോലീസ് ഉദ്യോഗസ്ഥർ, ഈ വനിതകൾ വരെ, വിയൂരിനും അയ്യന്തോൾക്ക് വരെ വേഷമിട്ടുള്ള ആൾക്കാരുണ്ട്. നേർച്ച പോയിട്ട് അവർക്ക് ഒരു ആഗ്രഹമായിട്ട് വരുന്നത് തന്നെ ആഗ്രഹമായിട്ട് വരുന്നതാണ് ഇങ്ങനെ കളിക്കണം. നമ്മള് തൃശ്ശൂര് പുലിക്കളി കണ്ടാൽ നമ്മക്കായാലും ചേട്ടനായാലും ഒന്ന് വേഷമിടണം തോന്നും. കാണണം. ആദ്യമായിട്ടാണ് അടുത്ത ആൾക്കാരെ കണ്ടിട്ടില്ല. ഞാൻ അടുത്ത ആൾ കണ്ടിട്ടില്ല.
അപ്പൊ ചേട്ടാ ഇത് എത്ര മണിക്കൂറിന്റെ ഒരു പണിയാണ് ഇത്ര പേരെ ഒരുക്കി എടുക്കുക എന്ന് പറയുന്നത്? ഇത് കുറവാണ്. 5 പേരുള്ളപ്പോ ടോട്ടൽ 5 പേരുള്ളൂ. പക്ഷെ 10ഉം 20ഉം ഉണ്ടാവാറുണ്ട്. അപ്പോൾ പാർട്ടി നമ്മുടെ കമ്മിറ്റിക്കാർ പറഞ്ഞ പോലെ നമുക്ക് ആ സമയത്തിനുള്ളിൽ ഇപ്പോൾ 2 മണിക്കൂറുള്ളൂ എന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ ഞങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മണി നേരത്താണ് തുടങ്ങി തോന്നുന്നു. അപ്പോൾ അത്രയും സമയം എടുത്തു ഇത് 5 ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിപ്പോ ചില സ്ഥലങ്ങളിൽ പെയിന്റ് അടിക്കാല്ലാതെ അതിന്റെ മേളിൽ കൂടെ ചില ഡ്രസ്സൊക്കെ ഇടും. പക്ഷെ അതിലൊരു പ്രാധാന്യമില്ല ശരിക്കും. അത് എന്താ പറയുക, ഒരു ഫാൻസി പോലത്തെ ഒരു സംഭവമാണ്. ഡ്രസ്സൊക്കെ കിട്ടും, വാടകയ്ക്ക് കിട്ടും, പുലിയുടെ മുഖം കിട്ടും. പക്ഷെ ഇത് ചെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഇവർക്ക് ഇത് കഴുകി കളയാനുള്ള സമയം വേറെ. അതിനും പിന്നെ ഇത് ഇനാമൽ പെയിൻറ്റ് പോലെ ആയി ഇപ്പോൾ. കാരണം നമ്മളിൽ വാർണിഷ്, ഈ പെയിൻറ്റ്, ടംബർ പൗഡർ ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഈ സംഭവം ചെയ്യണം. കറുപ്പൻ്റെ ഇനി ഇത് ലൂസാക്കി കളയണമെങ്കിൽ ഇവർക്ക് കോട്ടൺ വേസ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡീസലൊക്കെ അങ്ങനെയുള്ള സംഭവമില്ല, മണ്ണെണ്ണയൊക്കെ ആയിട്ട് ഉപയോഗിച്ച് അത് കഴുകി ഒരു പോട്ടിൽ നമ്മളൊരു 10 പ്രാവശ്യമൊക്കെ വരച്ചാലാണ് ഈ സാധനം ഒരു ഭാഗത്തേക്ക് പോകത്തുള്ളൂ. അപ്പോൾ അത്രയും സമയം എടുക്കും. അതിന് ശേഷം ഒരു കുറച്ച് പ്രശ്നം അത്രയും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് വരാറുണ്ടോ? ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ ടീം നന്നായിട്ട് പോകുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഭോപ്പാൽ, ഉത്തർപ്രദേശ്, ഇങ്ങനെ പുറമെ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട് ഞങ്ങൾ. പുറമെ പിന്നെ വിദേശ കാര്യങ്ങളൊന്നും പോയിട്ടില്ല. ഓട്ടോകളൊക്കെ വരാറുണ്ട്. അത് കറക്റ്റ് ആവാത്ത കാരണം അങ്ങനെയാണ്. പിന്നെ ഇപ്പൊ ഇങ്ങനെ ആക്കി എടുക്കാൻ, ഇങ്ങനെ ഒരു മെയ്വഴക്കം കിട്ടാനൊക്കെ അതിന് എത്ര വർഷത്തെ ഒരു പരിശീലനം അങ്ങനെയൊക്കെ മൊത്തത്തിൽ ഒന്ന് പ്രൊഫഷണൽ ആവാൻ സമയം എടുത്തു? അപ്പൊ അത്ര സമയം എടുക്കും നിങ്ങൾക്ക് മൊത്തത്തിൽ മൊത്തത്തിൽ മെയ്വഴക്കമുള്ള ഒരു പുലിയാവാൻ എത്ര സമയം കളി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എടുക്കും? പ്രത്യേകിച്ച് അങ്ങനെ ചുവട് ഇങ്ങനെ വെക്കണം അങ്ങനെ ഒന്നും പുതിയതായി വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കും ഞങ്ങളുടെ ചുവട് എങ്ങനെയാണുള്ളത്. പിന്നെ ഇത് അലർജി ഇല്ലാത്തവരാവണം. പെയിന്റിനോടൊന്നും അലർജി ഇല്ലാത്തവര്, അലർജി ഇല്ലാത്ത ആൾക്കാർ മണ്ണെണ്ണ കിട്ടാതെ നിങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്നാണ് അല്ലെങ്കിൽ ഗുരുനാഥൻ എന്ന് പറയാനുള്ള ആളിപ്പോ ഇല്ല. ആള് മരിച്ചു. ആളാണ് ശരിക്കും എനിക്ക് എൻ്റെ അച്ചാച്ചൻ ആയിട്ടാണ് ഞാൻ എനിക്കറിഞ്ഞത്. അച്ചാച്ചൻ്റെ കളിച്ചിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് പറ്റില്ല അവരൊക്കെ കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാരാണ്. ഇന്ന് പണ്ട് തൃശ്ശൂരൊക്കെ കളിച്ചത് ആൾക്കാര് അവരൊക്കെ. നമ്മുടെ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ അവരൊക്കെ കളിച്ചോളൂ. അവരാണ് പുലിക്കളിയായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ. പിന്നെ അതില് അച്ചാച്ചൻ കളിക്കുന്നുണ്ടപ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഞങ്ങള് കളിക്കാനിറങ്ങി. പിന്നെ നാലോളം നിന്നാ ഞങ്ങളവിടെ കളിക്കുന്ന ആൾക്കാരാണ്. സ്ഥിരമായിട്ട് നിങ്ങളുടെ ആചാരത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കളിക്കും. ഇനി ഇപ്പൊ ഈ പ്രാവശ്യം 10 ടീമാണ് വരുന്നത് അവിടെ തൃശ്ശൂർ തേങ്ങാട്. ഏതായാലും 10 ടീമായി ഈ പ്രാവശ്യം ഇറങ്ങണം. തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പുലിക്കളിയാണ്. പുലിക്കളി തൃശ്ശൂർ പൂരത്തിനേയുള്ളൂ വലിയ പൂരാണ്.